ചേച്ചിയുടെ അമ്മ ഈ ചേച്ചിയുടെ കാര്യത്തിൽ ഭയങ്കര പൊസസീവ് ആയിരുന്നു എന്നുള്ളതാണ് പിന്നെ നമുക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഇവർക്കൊരു പ്രൈവറ്റ് ലൈഫ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൽ വാസ്തവം. ഒരു 24 അവർ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ചേട്ടന് ഈ ചേച്ചിയെ അങ്ങനെ വിട്ടു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം ചേട്ടൻ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ പറ്റിയില്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യുന്നൊക്കെ ഉള്ളത് അന്നേ എപ്പോഴും പറഞ്ഞ് ത്രട്ടൻ ചെയ്യുമായിരുന്നു. അവളുമായിട്ട് ഒട്ടും പൊരുത്തപ്പെട്ടു പോകാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വേറൊരു സ്ഥലത്തുനിന്ന് പൈസയോ സ്വർണമോ മേടിച്ചിട്ട് പോവേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെയല്ല, അതല്ല വാസ്തവം. 2015 ഫുള്ളി പെയ്ഡ് സ്കോളർഷിപ്പിനാണ് പോയത്. ഒരു സ്ത്രീധനത്തിൻ്റെയോ പൈസയുടെയോ കാര്യവും ഇല്ല. അത് ചേട്ടന് വേണ്ട ആവശ്യവും വന്നിട്ടില്ല, എടുത്തിട്ടുമില്ല. അതിനൊക്കെ ഉള്ള റെക്കോർഡ്സ് ആ പുള്ളിക്കാരിയുടെ സൂയിസൈഡ് നോട്ടിൽ തന്നെ സത്യം പറഞ്ഞാൽ ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് സൂയിസൈഡ് ചെയ്യുന്നു വരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കമലേശ്വരത്ത് 30 വയസ്സുകാരിയായ ഗ്രീമയും തൻ്റെ അമ്മയും സ്വന്തം വീടിനുള്ളിൽ ജീവനൊടുക്കിയത്. ഭർത്താവ് ഉണ്ണികൃഷ്ണനും ഗ്രീമയും തമ്മിലുള്ള ദാമ്പത്യ വിഷയമാണ് അമ്മയെയും മകളെയും ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായ കണ്ടെത്തൽ. എന്തായാലും ഈയൊരു വിഷയത്തിൽ നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ഈയൊരു സാഹചര്യത്തിൽ ഭർത്താവായ ഉണ്ണികൃഷ്ണന്റെ കുടുംബം ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. വിവാഹം നടന്നത് 2019 സെപ്റ്റംബറിലാണ് വിവാഹം നടന്നത്. ഈ പറയുന്ന അതായത് 200 പവനൊക്കെ വാങ്ങിയിട്ടാണോ വിവാഹം കഴിച്ചത്? കല്യാണത്തിൻ്റെ അന്ന് കുറേ ഓർണമെൻറ്റ്സ് എന്തായാലും ഉണ്ടായിരുന്നു. ആ ഓർണമെൻറ്റ്സ് നമ്മൾ പൊസഷനിൽ എടുത്തിട്ടുമില്ല. നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ എടുക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ശേഷം പ്രശ്നം എന്താണ് ഉണ്ടായത്? അതിനുശേഷം പ്രശ്നം എന്ന് പറയുന്നത്, ചേച്ചി ഒരു ഒറ്റ കുട്ടിയായിരുന്നു അവർക്ക്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാൽ അച്ഛനമ്മയ്ക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലുണ്ടായിരിക്കുമല്ലോ, അങ്ങനത്തെ അതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പിന്നെ അത് മനസ്സിലായി, ഇത് ഭയങ്കര ചേച്ചിയുടെ അമ്മ ഈ ചേച്ചിയുടെ കാര്യത്തിൽ ഭയങ്കര പൊസസീവ് ആയിരുന്നു എന്നുള്ളതാണ് പിന്നെ നമുക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഇവർക്കൊരു പ്രൈവറ്റ് ലൈഫ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൽ വാസ്തവം. ഇപ്പം ചേച്ചിയായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും മറുപടി ചിലപ്പം ആൻറ്റി ആയിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ആൻറ്റി ആയിരിക്കും അത് ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു. വിശദീകരിക്കാമോ ആദ്യം മുതൽ എങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? ചേട്ടൻ എന്തെങ്കിലും അതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു? ചേട്ടൻ ഇപ്പം കല്യാണം കഴിഞ്ഞ ആ ഒരു റിസപ്ഷൻ്റെ അന്ന് രാത്രി ഒരു 12 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ റൂം അടച്ചിട്ടും ഒക്കെയാണ് അവർ പോയി പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ചേച്ചിയെ കൂട്ടിക്കൊണ്ട് എവിടെയോ പോയിട്ട് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ ഒരു 24 അവർ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ചേട്ടന് ഈ ചേച്ചിയെ അങ്ങനെ വിട്ടു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഇപ്പം ഹണിമൂണിന് പോയ ഒരു സമയത്ത് മാത്രമാണ്, ഒരു 4 ദിവസത്തെ ഒരു ഹണിമൂണിന് ആൻഡമാനിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് മാത്രമായിരിക്കും ഇവർ അത്രയും ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റിയത്. അതിലും പക്ഷേ ഇവരുടെ ഇൻ്റർവെൻഷൻ ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. ഇപ്പം ഇവർ പോയ സമയത്ത് എന്തോ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. ഇവർ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ടൂർ ഓപ്പറേറ്റർ വഴി കണ്ടുപിടിച്ച് അവിടെ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല, അവിടെ ഉണ്ടോ, അത്രത്തോളം പൊസസീവായിരുന്നു ഈ ചേച്ചിയുടെ കാര്യത്തിൽ ആൻറ്റി. അപ്പം ഇവർക്കൊരു പ്രൈവസി കൊടുത്തിട്ടില്ല, ഭയങ്കരമായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉള്ള ഒരു ചെറിയ കാര്യം പോലും ആ ആൻറ്റിയാണ് ഡിസൈഡ് ചെയ്തുകൊണ്ടിരുന്നതും, അല്ലെങ്കിൽ അതിനൊരു ഡിസിഷനും പറയുകയും ഇടപെട്ടുകൊണ്ടും ഇരുന്നത്. അത് ഒരു ആളെ സംബന്ധിച്ച് പ്രൈവസി, പ്രത്യേകിച്ച് മാരീഡ് ലൈഫിലൊരു പ്രൈവസി ആരായാലും ആഗ്രഹിക്കും. അത് കിട്ടില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്. വെറും 25 ദിവസമാണ് വിവാഹത്തിന് ശേഷം ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയും. 25 ദിവസം എന്നുള്ളതല്ല. ചേട്ടൻ നാട്ടിൽ വരുമ്പോഴൊക്കെ ഈ ചേച്ചി വരാറുണ്ട്. ഇവർ നന്നായിട്ട് സംസാരിക്കും, ഭക്ഷണം ഒരുമിച്ചാണ് കഴിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് പോവും. പക്ഷേ ആ ചേച്ചി ഇവിടെ നിന്നിട്ടൊന്നുമില്ല, ഇവിടെ നിൽക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ചേട്ടൻ വരുന്ന ഇപ്പം 1 ആഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ വന്നാൽ പോലും
ഒരു ദിവസം പോലും കണ്ടിന്യൂസ് ആയിട്ടൊരു 24 അവർ ചേട്ടൻ്റെ കൂടെ താമസിച്ചിട്ടില്ല. എന്തായാലും അവിടെ പോവുകയും അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഉള്ള ഒരു രീതിയിൽ. കാര്യം കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടൻ എപ്പോഴൊക്കെ ഫോൺ വിളിക്കുമ്പോഴും ലൗഡ് സ്പീക്കറിലാണ് ആ ഫോണിന് ഉള്ള മറുപടി ചേച്ചിയുടെ അവിടെ നിന്ന് വരുന്നത്. ചേട്ടൻ ചോദിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ പറയുന്ന പല കാര്യങ്ങൾക്കുമുള്ള മറുപടി പറയുന്നത് ചേച്ചിയായിരിക്കില്ല, ചേച്ചിയുടെ അമ്മയാണ്. പലപ്പോഴും നല്ല മിക്കപ്പോഴും അഭിപ്രായം പറയുകയും ചേട്ടൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം അയർലൻഡിൽ ചേച്ചിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴൊക്കെയും ആൻറ്റി ഈവൻ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, വേറൊരാളെ വേണമെങ്കിൽ കല്യാണം കഴിച്ച് വേണമെങ്കിൽ നീ കൊണ്ടുപോയിക്കോ, പക്ഷേ മോളെ ചേച്ചിയെ എന്തായാലും അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഓവറായിട്ടുള്ളൊരു പൊസസീവ്നെസ്സാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ ആയിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ആദ്യമൊക്കെ അങ്ങനെയാണ് തോന്നിയിരുന്നത്. ഈ പ്രൈവസിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ചേട്ടനും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് പതിവായിരുന്നു. വെർബൽ ആയിട്ടുള്ള അങ്ങനത്തെ ഇപ്പം വഴക്കോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏതൊരു കോൺവെർസേഷൻ ഇപ്പം ഇങ്ങനത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അത് കേട്ടിട്ട് പക്ഷേ ഉടനെ വീട്ടിൽ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ പറഞ്ഞിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് പറയുന്നത് ഈ പറഞ്ഞതുപോലെ എനിക്ക് എന്താ പറയുക, അവർ പറയുന്നതേ കേൾക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവർ ആണ് എൻ്റെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതെന്നുള്ള ഒരിതും അങ്ങനെയൊക്കെയായിരുന്നു ആ തുടക്കത്തിലൊക്കെ ഉള്ള മറുപടികളും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ഒരു വെർബൽ അബ്യൂസോ കാര്യങ്ങളോ ആയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു വഴക്കോ അങ്ങനെയില്ല. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ സംസാരിച്ചിട്ടുണ്ട്. സംസാരത്തിൻ്റെ അവസാനം ഒന്നുകിൽ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും പറയാമെന്നോ അല്ലെങ്കിൽ ഇപ്പം ചേട്ടൻ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറ്റിയില്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യുന്നൊക്കെ ഉള്ളത് അന്നേ എപ്പോഴും പറഞ്ഞ് ത്രട്ടൻ ചെയ്യുമായിരുന്നു. ഈ പണം, അതായത് ഈ സ്ത്രീധന തുക ഉപയോഗിച്ചുകൊണ്ടാണ് ചേട്ടൻ വിദേശത്ത് പഠിക്കാൻ പോയത് എന്നതുൾപ്പെടെയുള്ള ആരോപണം ഉയരുന്നുണ്ട്. എന്താണ് പറയുന്നത്? കല്യാണം കഴിഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ 2019 സെപ്റ്റംബറിലാണ് കല്യാണം കഴിഞ്ഞത്. ചേട്ടന് 2015 എൻഡ് 2016 ചേട്ടന് ഈ ട്രിനിറ്റി കോളേജ് ഡബ്ലിനിൽ അഡ്മിഷൻ കിട്ടുന്നത്. അഡ്മിഷൻ എന്ന് വെച്ചാൽ അതൊരു പെയ്ഡ് സ്കോളർഷിപ്പാണ്. അവരുടെ ഒരു റിസർച്ച് പ്രോഗ്രാമിന് ചേട്ടനെ PhD റിസർച്ച് ചെയ്യാനായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്ത് അവർ ട്യൂഷൻ ഫീസും നോൺ ട്യൂഷൻ ഫീസും ഉൾപ്പെടെയുള്ള എക്സ്പെൻസസ് ബെയർ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ചേട്ടനെ ഫുള്ളി പെയ്ഡ് സ്കോളർഷിപ്പ് കിട്ടിയാണ് ചേട്ടൻ അയർലൻഡിലോട്ട് 2015 എൻഡിലോ 16 പോകുന്നത്. അതുമാത്രമല്ല ചേട്ടന് ഇവിടെയും ബാക്കി അങ്ങനെ വേറെ ഒരു സ്ഥലത്ത് നിന്ന് ഇൻകം മേടിച്ച് ജീവിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അതിനു മുന്നേ ചേട്ടൻ ഒരു 11 months ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. NIT കാലിക്കറ്റിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ ജോലി കിട്ടുന്ന സമയം, ഈ PhDക്ക് പോകുന്ന സമയത്ത്. അപ്പം അങ്ങനെ വേറൊരു സ്ഥലത്തുനിന്ന് പൈസയോ സ്വർണമോ മേടിച്ചിട്ട് പോവേണ്ട ആവശ്യം വന്നിട്ടില്ല. അതല്ല വാസ്തവം. 2015 ഫുള്ളി പെയ്ഡ് സ്കോളർഷിപ്പിനാണ് പോയത്. അതിനുശേഷം ഇപ്പോൾ ഈ പറയുന്ന 200 പവൻ സ്വർണം കുറേ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഇപ്പം ഗ്രീമ ചേച്ചി മരിക്കുന്നതിൻ്റെ ആ ദിവസം നമുക്ക് പലവർക്കും സൂയിസൈഡ് നോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ. എനിക്കും കിട്ടിയിട്ടുണ്ട്, എൻ്റെ നെയ്ബേഴ്സ്, എൻ്റെ ഫാമിലി, പലവർക്കും ഇഷ്ടംപോലെ ആൾക്കാർക്ക് അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ആക്ച്വലി ഒരു 3 പാർട്ടുണ്ട്. ഒന്ന്, സൂയിസൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. 2, ഈ പറയുന്ന 200 പവൻ സ്വർണം അല്ലെങ്കിൽ അവരുടെ ഈ പൈസ, ആഭരണങ്ങൾ, ബാക്കി കാര്യങ്ങൾ അവരുടെ കസ്റ്റഡിയിലുണ്ടെന്നും അത് എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ള പൂർണ്ണ ഡീറ്റെയിൽസും ഇത് അവരുടെ അങ്കിളിന് കൊടുക്കണമെന്നും ഒക്കെ പറയുന്നത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് ഈ സൂയിസൈഡ് നോട്ടിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ അതൊന്നും ആരും പുറത്ത് പറയാതെയാണ് നമ്മൾ സ്ത്രീധനത്തിന് വേണ്ടി കല്യാണം കഴിച്ചു എന്നും അല്ലെങ്കിൽ ഈ പറയുന്ന സ്വത്തുക്കളും സ്വർണവും ഒക്കെ നമ്മൾ അപഹരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. ചേട്ടൻ്റേതായിട്ടുള്ള എഡ്യൂക്കേഷനും ലൈഫിനും ആവശ്യമുള്ള പൈസ ചേട്ടൻ്റെ സ്കോളർഷിപ്പ് പ്രോഗ്രാമിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ഈ കാലങ്ങളിലൊക്കെ ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റുഡൻസ് മാനേജറായിട്ട് കറൻ്റ്ലി അവിടെ ഒരു സെയിം യൂണിവേഴ്സിറ്റിയിലാണെന്ന് തോന്നുന്നു, അവിടെ തന്നെ വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീധനത്തിൻ്റെയോ പൈസയുടെയോ കാര്യവും ഇല്ല. അത് ചേട്ടന് വേണ്ട ആവശ്യവും വന്നിട്ടില്ല, എടുത്തിട്ടുമില്ല. അതിനൊക്കെ ഉള്ള റെക്കോർഡ്സ് ആ പുള്ളിക്കാരിയുടെ സൂയിസൈഡ് നോട്ടിൽ തന്നെ സത്യം പറഞ്ഞാൽ ഉണ്ട്. അതാരും പക്ഷേ പ്രചരിപ്പിക്കുന്നില്ല. അതാണ് വാസ്തവം. ചേട്ടൻ ഇവരുമായി ഒരു യുവതിയുമായി ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കുടുംബത്തെ അറിയിച്ചിരുന്നു. അത്തരത്തിലൊരു തീരുമാനം അങ്ങനെ എന്തെങ്കിലും എടുത്തിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ, ഈ അവരുടെ പാരൻസിൻ്റെ ഇൻ്റർവെൻഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, ഉടനീളം ഉണ്ടായിരുന്നു. അപ്പം ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു ഒറ്റ മോളായിട്ടുള്ളതുകൊണ്ടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടുതലാണെന്നും
ഇത് ഇവഞ്ച്വലി കുറയും, അവർക്കൊരു പേഴ്സണൽ ലൈഫ് കിട്ടുമെന്നും പ്രൈവസി കിട്ടുമെന്നൊക്കെ നമുക്ക് അതായിരുന്നു നമ്മളുടെയും എക്സ്പെക്റ്റേഷൻ. നമ്മൾ ഹോപ്പ്ഫുൾ ആയിരുന്നു ആ കാര്യങ്ങളിൽ. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പം കമ്പാറ്റബിളി കുറവ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളിൽ പോലും പറയുന്നത് ഇപ്പം അങ്ങനെ മനസ്സിലാക്കത്തില്ല. ആ ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞിട്ടേ അതിനൊരു മറുപടി അല്ലെങ്കിൽ ഒരു ഡിസിഷൻ പല കാര്യങ്ങളിലും പറയാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇതിന് എന്താ പറയുക, എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അതേപോലെ ഇതൊന്ന് നന്നായി കൊണ്ടുപോകാൻ വേണ്ടിയും നമ്മൾ 2 തവണ ഫാമിലി കൗൺസിലിങ്ങിന് ചേച്ചിയുടെ ഫാമിലി, ചേച്ചി, എൻ്റെ ചേട്ടൻ, അമ്മ എന്നിവർ ആക്ച്വലി പോയിട്ടുണ്ട്. PRSലും അതേപോലെ അനന്തപുരിയിലും. ആദ്യത്തെ ഏതോ ഒരു തവണ ഈ പറഞ്ഞതുപോലെ ഇത് ഡിവോഴ്സാണ് ചെയ്യുന്നത്, നല്ലതാണ് എന്നാണ് സൈക്കോളജിസ്റ്റ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെയും ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം, ഇതിലെന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പിന്നെയും ഒരു എഫേർട്ട് എടുത്ത് നമ്മൾ അടുത്തൊരു കൗൺസിലിംഗ് സെഷനും പോയിട്ടുണ്ട്. അവിടെയും ഈ സെയിം ഇത് തന്നെയാണ് പറഞ്ഞത്. ഡിവോഴ്സ് ആവുന്നതാണ്, ഇങ്ങനെ ഇവർക്ക് 2 പേർക്കും ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞത് എന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ട്രിവാൻഡ്രത്ത് തന്നെ ഒരു അഡ്വക്കേറ്റിനെ പോയി കണ്ടിട്ടുണ്ട്. അഡ്വക്കേറ്റിനെ പോയി കണ്ട് ഒരു ഒപ്പീനിയനായിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെയാണ് കൗൺസിലിങ്ങിൽ വരെ പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരൻ അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് നമുക്കാണ്. അപ്പോൾ നമുക്ക് അത്രത്തോളം അങ്ങനെ നമ്മളൊന്നും ഒന്നാമത് ഇതൊരു ഇനിഷ്യൽ സ്റ്റേജുമാണ്. നമ്മൾ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ പോകാനായിട്ട് അപ്പം ഒരു ഇതുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈവൻ നമ്മൾ കൗൺസിലിങ്ങിന് പോകുന്നത് പോലും ആദ്യം അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. കാര്യം ഇതൊരു വേറൊരാൾ, ഈ 2 ഫാമിലി അല്ലെങ്കിൽ ഇതിൽ നടക്കുന്ന കാര്യം വേറൊരാൾ അറിയുന്നതിൽ തന്നെ ഭയങ്കര നാണക്കേടും, അത് തന്നെ ആക്ച്വലി ചിലപ്പം ജീവൻ എടുക്കുമെന്നൊക്കെ ഉള്ള ഭീഷണി അന്നും ഉണ്ടായിരുന്നു. ഈ നമ്മുടെ വക്കീലിനെ പോയി കണ്ട കാര്യവും ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ പോയി അന്വേഷിച്ചു എന്നുള്ളത് പറഞ്ഞപ്പോഴും അന്നും ഇതേപോലെ തന്നെ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു രീതിയിലുള്ള വർത്തമാനം തന്നെയാണ് അന്ന്, അല്ലെങ്കിൽ ത്രെറ്റനിങ് അന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇപ്പം കൗൺസിലിംഗ് പല ആവർത്തി ചെയ്ത് നോക്കി, ഇപ്പം വക്കീലിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ഇങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുകയും നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മളുടെ സമുദായത്തിൽ നമ്മളിത് ഒരു റിട്ടൺ രീതിയിൽ തന്നെ അറിയിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ നമുക്ക് ചേട്ടൻ ഇങ്ങനെ ഒത്തുപോകാൻ പറ്റുന്നില്ല, അതിൻ്റെ റീസൺസ് എന്തുകൊണ്ടാണെന്നുള്ളതും, അതേപോലെ ഇങ്ങനെ സൂയിസൈഡ് ത്രെറ്റ്സ് എസ്പെഷ്യലി ആൻറ്റിയും ചേച്ചിയും ഇങ്ങനെ ചെയ്യുമെന്നുള്ള ത്രെറ്റനിങ് ആണ് 2020-21 തൊട്ടേ അങ്ങനെ തന്നെയാണ് പറയുന്നത്. എപ്പോഴും പല നല്ലൊരു കൺസ്ട്രക്റ്റീവ് ആർഗ്യുമെൻ്റ് എന്നുള്ളൊരു കാര്യമില്ല. ആർഗ്യുമെൻറ്റ്സോ ഡിസ്കഷനിലോ അവസാനം ഇഷ്ടമില്ലാത്തത് എന്ത് പറഞ്ഞാലും അവസാനം എത്തുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എപ്പോഴും എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ SNDPയിൽ ഒരു ലെറ്ററും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കാരണം, നിങ്ങൾ ഇടപെട്ട് ഇത് വേർപിരിച്ച് തരണമെന്ന് പറഞ്ഞ് തന്നെ ഒരു ലെറ്റർ നമ്മൾ SNDPയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും ചെയ്യരുത്, അതായത് വേർപിരിയരുത് എന്ന് പിന്നെ സജിതയും അതുകൂടാതെ ഗ്രീമയും പറഞ്ഞിരുന്നു. അങ്ങനെ ഇപ്പം എന്തെങ്കിലും ആ ഒരു രീതിയിൽ നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിലോ, സമൂഹത്തിൽ ഇത് അറിയുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് നോട്ടീസ് കിട്ടുന്നതോ, നമ്മൾ പോലീസിൽ അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും ആരുടെത്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് സൂയിസൈഡ് ചെയ്യുന്ന വരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ അനിയന്മാർക്കും അമ്മയുടെയും ഞങ്ങളുടെ അപ്പച്ചിയുടെ ഒക്കെ പേരിൽ കേസ് നമ്മളുടെ പേര് എഴുതി വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്ന പണ്ട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് എപ്പോഴും. പിന്നെ ചേട്ടൻ ഈ 2019 തൊട്ട് ഇപ്പം 2026 വരെയുള്ള കാലയളവിൽ പലതവണ വന്നിട്ടുണ്ട്. പക്ഷെ വരുമ്പോഴൊന്നും ഇവർ തമ്മിൽ അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ടോ ഒരു ഇതുമില്ല. ഒരാൾ ഇങ്ങനെ പറയും, മറ്റേ ആൾ പറയും നമുക്ക് ഇങ്ങനെ അല്ലേ, നമ്മളുടെ സിറ്റുവേഷൻ ഇതല്ലേ, അവർ അത് സംസാരിക്കുന്നു, അവർ പോകുന്നു. ചിലപ്പോൾ പറഞ്ഞിട്ട് പോകുന്ന കാര്യം ആയിരിക്കില്ല അടുത്ത ദിവസം വന്നിട്ട് പറയുന്നത്. എന്തായാലും നിന്നിട്ടില്ല, സ്റ്റേ ചെയ്തിട്ടില്ല, സ്റ്റേ ചെയ്യാൻ താല്പര്യം ഒട്ടും പ്രകടിപ്പിച്ചിട്ടുമില്ല. എനിക്കൊന്ന് പാരൻസ് നിർത്തിയിട്ടുമില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജനുവരിയിൽ ഇങ്ങനെ ഞങ്ങൾ മ്യൂച്വൽ ഡിവോഴ്സിന് പുള്ളിക്കാരി റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ വന്നപ്പോൾ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു അഡ്വക്കേറ്റിനെ പോയി കണ്ട് വക്കാലത്തും അതേപോലെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഈ 2026 ജനുവരിയിൽ നടന്നതും അങ്ങനെയാണ്. നമ്മൾ അതിനു വേണ്ടി മൂവ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അതും പറഞ്ഞിട്ടുണ്ട്. പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് അന്നും പറഞ്ഞത്. ഇങ്ങനെ നിങ്ങൾ ചെയ്തെങ്കിൽ അങ്ങനെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങളിങ്ങനെ ചെയ്യുമെന്ന് തന്നെ. അമ്മയാണോ പറയുന്നത്? ചേച്ചിയാണ് വന്ന് പറഞ്ഞത്, ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞത്, അങ്ങനെയാണ് പറഞ്ഞത്.
ഈ ഒരു മരണ വീട്ടിൽ നിന്നും അപമാനിച്ചു എന്നുള്ള ആ ഒരു വാചകം ഈ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. അതിനെക്കുറിച്ച് എന്താ? ആത്മഹത്യാക്കുറിപ്പിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു സംഭവം അപമാനിച്ചു എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമായിട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ അച്ഛൻ ഒരു 3.5 വയസ്സ്, എനിക്ക് 3.5 വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്. അപ്പം ഞങ്ങളെ ഈ 2 അപ്പച്ചിമാരാണ് വളർത്തിയത്. അപ്പം ഈ ഒരു മരണ വാർത്ത അറിഞ്ഞാണ് ചേട്ടൻ അന്ന് വന്നത്. ബോഡി എടുത്തതിൻ്റെ അന്ന് രാത്രി ആണ് ഈ പറഞ്ഞതുപോലെ ഈ ആൻറ്റിയാണ് ചേച്ചി അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. ആൻറ്റി വന്ന് ചേട്ടൻ്റെ അടുത്ത് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞു ഇത് അങ്ങനെ പറഞ്ഞു എന്നുള്ള ആ ഒരു രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് ചേട്ടൻ പറഞ്ഞ് കേട്ടത്. ആൻറ്റി ഇതല്ല ഇതിപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള ഒരിത്, ചടങ്ങുകളെങ്കിലും കഴിയട്ടെ, അല്ലെങ്കിൽ ഇതല്ല എന്ന് പറഞ്ഞു. പക്ഷേ റിപ്പീറ്റഡായിട്ട് പിന്നെയും അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു നേരത്തെ പറഞ്ഞത് തന്നെയാണ്, എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് ആൻറ്റി ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വേളയിൽ തന്നെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു നാളെ രാവിലെ അങ്ങ് വീട്ടിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അമ്മ, ഏറ്റവും കൂടുതൽ മക്കൾ സംസാരിക്കുക അമ്മയായിട്ടാണ്. അപ്പോൾ ഇവർക്ക് പിന്നെ അതായത് ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം മകൻ എപ്പോഴെങ്കിലും അമ്മയോട് പറഞ്ഞിട്ടുണ്ട്? അവളുമായിട്ട് ഒട്ടും പൊരുത്തപ്പെട്ടു പോകാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ഈ വിവാഹാലോചന വരുന്നത്? ഇതെങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ ഉണ്ടാകുന്നത്? 2018 എൻഡിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു വിവാഹ ആലോചനയായിട്ട് വന്നതെന്ന് തോന്നുന്നു. 2018 എൻഡിലോ 19 സ്റ്റാർട്ടിങ്ങിലോ ആണെന്ന് തോന്നുന്നു. മാട്രിമോണിയൽ സൈറ്റോ അല്ല ഇവിടെ വരുമോ അങ്ങനെ എന്താണ്, ഇനി അത്ര അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തത ഇപ്പം ഓർമ്മയില്ല. നിലവിലിപ്പോൾ അവർ സൂയിസൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അപമാന ഭാരം മൂലം തന്നെയാണ് ഇവർ ജീവനൊടുക്കിയത് എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അങ്ങനെ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളായിട്ട് ഇപ്പം ഡൗറിക്ക് വേണ്ടി പീഡിപ്പിക്കുകയോ അങ്ങനെ ഇപ്പോൾ ചേട്ടൻ്റെ ഭാഗത്തുനിന്നോ അങ്ങനെ എന്തായാലും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രം നമുക്ക് 100% അറിയാം. ചേട്ടനായിട്ട് ഒരു രീതിയിലുള്ള ഇതിനൊരു കാരണമോ ഉത്തരവാദിയോ ആണെന്നും തോന്നിയിട്ടില്ല. ബാക്കി നമുക്ക് അങ്ങനെ പറയാൻ നമുക്കറിയില്ല. എന്തായാലും ഈ ഒരു അവസാന ഘട്ടം മുതൽ അമ്മ സജിതയും ഈ മകളും, അതായത് ചേട്ടൻ്റെ ഭാര്യയും, അതായത് വേർപിരിയരുത്, ഒന്നിച്ച് ജീവിക്കണം എന്നുള്ള നിലപാടാണോ ചേട്ടനോട് പറഞ്ഞത്? മനസ്സിലായില്ല. അതായത് ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് വരെ, അതായത് ഈ ഒരു വിവാഹം വേർപിരിയരുത് എന്നുള്ള നിലപാടാണോ അമ്മയും മകളും സ്വീകരിച്ചത് എന്ന്? അതാണ് അവരുടെ ഒരു, അതായത് ചേച്ചിയുടെ ഒരു ഇതെന്ന് പറയുന്നതും ആൻറ്റിയുടെ ഇതെന്ന് പറയുന്നതും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിപ്പം നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നത് 2 സൈഡ് വന്ന് കേട്ടിട്ട് ഒരു 3rd പേഴ്സൺ എന്ന രീതിയിൽ നമുക്ക് ഇതിനൊരു നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയാണല്ലോ, നമ്മളൊരു ഹെൽപ്പിന് വേണ്ടിയാണല്ലോ. അവർ പറഞ്ഞതാണെങ്കിലും ചേട്ടന് തോന്നിയിട്ടുള്ളതാണെങ്കിലും കാര്യം ഇത്രയും ഇൻ്റർവെൻഷൻ ഉള്ളപ്പോൾ അവർക്കൊരു പ്രൈവറ്റ് ലൈഫ് കിട്ടൂല എന്നുള്ള ഒരു പൂർണ്ണ ബോധം ചേട്ടൻ ഈ ഓവർ ദി ഇയേഴ്സ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അവർക്ക് അങ്ങനെ തന്നെയായിരുന്നു. ചേട്ടൻ എന്നാൽ ഈ പറഞ്ഞതുപോലെ ഇത് പറ്റൂല എന്നുള്ളതും ഇത് ഇങ്ങനെ ഡിവോഴ്സ് ചെയ്യുന്നതാണ് 2 പേർക്കും നല്ലതെന്നുള്ള പൂർണ്ണ ബോധ്യവും ഉണ്ടായിരുന്നു. ചേട്ടൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് തലസ്ഥാനത്ത് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലിപ്പോൾ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകളെല്ലാം തന്നെയാണ് പരന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതിലെന്താണ് പറയുക? വിദേശത്ത് കടന്നതല്ല, ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ അവിടെ ഒരു റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റും ഈ പറഞ്ഞ പോലെ ജോലിയുടെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ഈ സമയത്ത് തന്നെ നടക്കുമായിരുന്നു. അപ്പം ചേട്ടൻ നമ്മളെടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അത് പോയി സെറ്റിൽ ചെയ്തിട്ട് കാര്യം, നമുക്ക് എന്തായാലും അറിയാം ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പം ഡെഫിനറ്റ്ലി നമ്മൾ ഇതിന് സഹകരിക്കണമെന്നുള്ളതും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പ്രൊസീജിയേഴ്സും ഉണ്ടെന്ന് നമുക്കറിയാം. എന്തായാലും അവിടെ പോയി ആ കാര്യങ്ങൾ ഇപ്പോൾ റെൻ്റൽ കാര്യങ്ങളും അല്ലെങ്കിൽ അത് ഇനി എപ്പോഴാണ് ഒരു പോക്കെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ കേസിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അത് പോയിട്ട് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞാണ് പോയത്, അല്ലാതെ ഒളിച്ചോടിയതോ കടന്നു കളഞ്ഞതോ ഒന്നുമല്ല. നിലവിലിപ്പോൾ ഗ്രീമയുടെ ഭർത്താവായ ഉണ്ണികൃഷ്ണനെ മുംബൈ വിമാനത്താവളത്തിൽ നിന്നും പൂന്തുറ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഉണ്ണികൃഷ്ണനെ പൂന്തുറ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. എന്തായാലും തൻ്റെയും അമ്മയുടെയും മരണത്തിന് ഉത്തരവാദി ഭർത്താവ് ഉണ്ണികൃഷ്ണനാണ് എന്ന് വ്യക്തമാക്കി ഗ്രീമ എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു. ഉണ്ണികൃഷ്ണനിൽ നിന്ന് നേരിട്ട ശാരീരികവും മാനസികവുമായ പീഡനങ്ങളെക്കുറിച്ച് കത്തിൽ വിശദമായി
പ്രതിപാദിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഈ കുറിപ്പാണ് പ്രതിയെ ഉടൻ പിടികൂടാനുള്ള ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചത്. കേസിൻ്റെ ഗൗരവം പോലീസിന് മനസ്സിലാവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് നിലവിലിപ്പോൾ മുംബൈയിൽ നിന്നും ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഗ്രീമയുടെ കുടുംബം നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ഈ ഉണ്ണികൃഷ്ണന് സ്വഭാവ വൈകൃതമുള്ള ആളാണ്. അതേസമയം തന്നെ വിദേശത്ത് പോയ സമയത്ത് ഭാര്യയ്ക്ക് 1 രൂപ പോലും അയച്ചു കൊടുക്കാത്ത ആളാണ് എന്നും ഭാര്യയെ ഒരു തരത്തിലും സഹായിക്കാത്ത ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ എന്നും ഗ്രീമയുടെ കുടുംബം ആരോപിക്കുന്നു. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.